ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സ്പെഷ്യലിന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് വൈകുന്നേരമാണ് കേട്ടോ. കൊടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴക്കോളും ചെറിയ പൊടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതെ, മീനക്കുട്ടിയുടെ കൊടയേ ഉള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്പോഴും പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ആരെ കാണും? അച്ഛനെ മെഡിക്കലിൽ നിന്ന് നെടുമങ്ങാട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ തിരക്കാകുമ്പോ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് വിടുമല്ലോ, നമ്മൾ അങ്ങനെ വിട്ടതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നല്ലോ, അവിടെ പെരും മഴയായിരുന്നു. നമ്മൾ വീഡിയോ എന്തായാലും ആ വീഡിയോയില് ഞാൻ കാണിച്ചാൽ കാരണം മഴ ആയത് കാരണം നമ്മൾ പോയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് പോവാം. ഇത് വാങ്ങിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആയതുകൊണ്ട് കളയാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഞങ്ങളെ വരുന്ന വഴിക്ക് എണ്ണ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറി. നമ്മൾ മുള്ളങ്ങാമൂട് അവിടെയാണെന്ന് തോന്നുന്നു ആ പമ്പ്. അവിടെയാണ് ചേട്ടൻ ഇറങ്ങി. അങ്ങനെ മീനക്കുട്ടി എണ്ണ അടിക്കുന്നൊക്കെ നോക്കി നിൽക്കുന്നതാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ പെട്രോൾ പമ്പിൽ. വൈകുന്നേരമാണ്, മഴക്കോളൊക്കെ ഉണ്ട്. ഓ ആർക്കാണോന്നു എനിക്ക് താല്പര്യമില്ല. ഫോണില്ല. കാറ് താല്പര്യമുണ്ടോ എന്നാണ് ചോദ്യം. LPG ആണ്. താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ആൾക്കാർ താല്പര്യമുണ്ടോ? കൂട്ടുകാരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പൊ എണ്ണയൊക്കെ അടിച്ചിട്ട് ഇതാ കയറി പോകാം. നമുക്ക് പോകാം. കോക്കറി കാണിക്കുന്നു. കോക്കറി ഇതെല്ലാം വീഡിയോയിൽ കൂടെ വന്നേട്ടാ. കോക്കറി അങ്ങനെ വണ്ടി എടുക്കൂ. അങ്ങനെതാ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മളാ പോകുന്നത് ചുള്ളിമാനൂർ വഴി നേരെ നെടുമങ്ങാട്ടേക്കാണ് കേട്ടോ. ചുള്ളിമാനൂർ പോകൂലേ? കൊറലിയോടൊന്ന് തിരിഞ്ഞ് കൊറലിയോട് ഒരു കട ഉണ്ടെന്നല്ലേ പറഞ്ഞ. ചായ ഒഴിക്കൂലേ? ആ ശരിയപ്പോഴേ അപ്പൊ കൂട്ടുകാരി വരുന്ന വഴിക്ക് ചേട്ടൻ എന്തോ ഒരു ചെറിയൊരു ആക്സിഡന്റ് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പൊ എന്താണെന്ന് വിശദമായിട്ട് അറിയത്തില്ല. അപ്പൊ ചേട്ടൻ വന്ന ശേഷം അറിയാവൂ. ആരെ കാലിൽ കൂടെ തട്ടിയുന്ന, കാലിൽ കൂടെ കയറി അങ്ങനെ എന്തോ പറയുന്നുണ്ട് കേട്ടോ. കറക്റ്റ് അറിയത്തില്ല. പാമ്പൊന്നുമില്ല, വണ്ടി ആരെ കാലിൽ തട്ടി എന്തോ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പൊ ചേട്ടൻ വന്നാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പറയാം പോകുന്ന വണ്ടികളൊക്കെ പറയുള്ളൂ. നമുക്ക് നടത്തുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ചെറിയ ബ്ലോക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഇപ്പോഴും വന്നില്ല. ആ ബ്ലോക്കൊക്കെ മറിയാൻ വരുന്ന ആൾക്കാർ ചെറുതായിട്ട് ചവിട്ടി കാര്യം എന്തെന്നൊക്കെ തിരക്കുന്നുണ്ട്. എന്താണെന്ന് ചേട്ടൻ വരുന്നു. ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ വരുമ്പോ ചോദിക്കാമേ. അവിടെ നമ്മൾ ആ വണ്ടി ബൈക്ക് അവിടെ സൈഡ് പിടിച്ച് വെച്ചിരിക്കും. അവിടെ നമ്മുടെ ഈ സൈഡിൽ കൂടെ ഒരു വണ്ടി വാക്കിടായിട്ട് കയറി വരിക. അപ്പോൾ നമ്മുടെ നെടുമങ്ങാട് നിന്ന് വണ്ടി അങ്ങോട്ടൊന്ന് പിടിച്ചാണ് ഒരു കാറ്. നമ്മുടെ കാറിന്റെ ഇട സൈഡ് ആ മാമന്റെ തൊടയിലിടിച്ച് അതെനിക്ക് ഉടവുണ്ടെന്ന് തോന്നുന്നു. കാറ് നിർത്താതെ പോയോ? മറ്റേ കാർ നിർത്താതെ പോയി. ആ അച്ഛൻ നിർത്തിയ മറ്റേ സാർ നിർത്തി സാറിന്റെ കാറിൽ കൊണ്ടുപോകാൻ അവരിതാ ബൈക്ക് എടുത്തിട്ട് സൈഡിലോട്ട് ഒതുക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കേട്ടോ. നമ്മുടെ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി. ഫ്രണ്ട് ചേട്ടൻ വന്നിട്ട് എടുത്തേരാൻ പറയാം, വീഡിയോ എടുക്കാം. അപ്പൊ മീനക്കുട്ടിക്ക് ആദ്യൊരു കട്ട്ലേറ്റാണ് വാങ്ങിയത്. അപ്പൊ ഞാൻ മസാല ബ്രെഡ് വാങ്ങി. അപ്പോഴും മീനക്കുട്ടിക്ക് ബ്രെഡ് മതി എന്ന് പറഞ്ഞു. മീനക്കുട്ടി ബ്രെഡ് അതെടുത്തു, കട്ട്ലേറ്റ് അപ്പം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കട്ട്ലേറ്റ് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ നമ്മുടെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി ഇനി പാർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം അച്ഛൻ കിടക്കുന്നത് എവിടെയെന്ന് അറിയാമോ? നിങ്ങളിന്ന് കയറിയാൽ തന്നെ കണ്ടേല്ലേ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ.
ഈ പുതിയ ബിൽഡിങ്ങിലാട്ടോ കിടക്കുന്ന ചേട്ടൻ വണ്ടി നിർത്തിയിട്ടൊന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നെടുമങ്ങാട് ഹോസ്പിറ്റൽ ചുറ്റും ഒന്ന് എടുക്കാം. വൈകുന്നേരത്തെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ ഇതാണ് വൈകുന്നേരം. അവർ പോകുന്നു, കൂടി ഞാനും പോകും. ഒന്നും വോയിസ് മീനൊരു ഇഞ്ചക്ഷൻ വച്ച സ്ഥലമല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. സൂപ്പർ തന്നെയാണ്. പാട് ഭയങ്കരമൊക്കെ തന്നെ ഊരിയപ്പോൾ പാട് കേൾക്കുന്നത് 8 മണി വരെ കയറാറുണ്ട്. നേരത്തെ വരും. അച്ഛനെയും കണ്ടു, അച്ഛനെയൊക്കെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഏകദേശം 8 മണി. ചേട്ടനും മീനും അമ്മയും കൂടെ ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാത്രി അവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ദോശ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം നേരത്തെ ഒരു ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ചായ വാങ്ങിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ് കാപ്പിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ കയറിയില്ല, പിന്നെ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വെച്ചു. അങ്ങനത്തെ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു. ഹോട്ടൽ ഷാം ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കടയുടെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പം എന്തെങ്കിലും മതി തോന്നി. അപ്പം എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാണ് കൂട്ടുകാരി. അങ്ങനെ ഇതാ അവർ കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പം മീനൂനെ ഇവിടെ ആക്കിയിട്ട് ചേട്ടൻ അമ്മയെ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്താക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ അമ്മേനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടാക്കണ്ടോ. അപ്പോൾ ഇതാണ് രാത്രിയിൽ നമ്മുടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. രണ്ട് കുറച്ച് ഓട്ടോകളൊക്കെ ഇവിടെ കിടപ്പുണ്ടോ. ഇത്രയും ഓട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ കടയിൽ പോയപ്പോൾ മീനുകുട്ടി കഴിക്കാനായിട്ട് ഒരു വാഴക്കപ്പം വാങ്ങി കേട്ടോ. അതാ നമ്മളതാ പോവുകയാണ്. ഇനി നെടുമങ്ങാടുന്നതാ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. മറ്റേ ഇല്ലേ മറ്റേ കളറ് നാളെ ജ്യൂസൊക്കെ അടിക്കാം. തോന്നുന്നു. അപ്പൊ വരുന്ന വഴിക്ക് ചേട്ടന് പിന്നെയും ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ചായ കുടിക്കാനായിട്ട് ഒരു ചെറിയ മാമന്റെ കടയ്ക്ക്, ചെറിയ പാവമാമന്റെ കട. ദോശ രസവടയൊക്കെ കിട്ടുന്ന ഒരു കടയിൽ നമ്മൾ ചായക്ക് പറഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ആനാട് ജയൻ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ആനാട് ജംഗ്ഷനിൽ വന്നിറങ്ങി നമ്മൾ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു വീഡിയോ എടുത്തു കേട്ടോ. അദ്ദേഹം വന്നത് അങ്ങനെ ചായ കിട്ടി. അപ്പോൾ ദാ ചേട്ടൻ ഇവിടെ ഒരു പലവ്യഞ്ജന കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും വീട്ടിലത്തേക്ക് ഉഴുന്നും അന്ന് ചില്ലറ സാധനം വാങ്ങിക്കാണ്ട്, വേറെ ഒന്നുമില്ല, തേങ്ങ ഉഴുന്ന് ഒരു സോപ്പ് അങ്ങനെ വാങ്ങിക്കാണ്ട്. അപ്പം അതിന് വേണ്ടി കയറിയതാണ്. ചേട്ടൻ സ്ഥിരം കയറുന്ന കടയാണ്. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് ഇവിടെ കയറാം, 10 രൂപ 20 രൂപ കുറഞ്ഞാലോ പിന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ മീനുകുട്ടിയും കൂടെ ഓടിപ്പോയി അച്ഛാ ഞാനും വരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളൊക്കെ പോയി നോക്കുന്നതാണ് കേട്ടോ അവിടെ. അങ്ങനെ കൂട്ടുകാരി നമ്മൾ വഞ്ചം വീട്ടിലെത്തിയില്ല, അങ്ങോട്ട് പോകണം. അപ്പോൾ പോകണം, വെറുതെ അമ്മ വിളിച്ചു, അങ്ങനെ വന്നു. അങ്ങനെ അങ്ങോട്ട് പോവുന്നുണ്ട്. ഇനി ഇരുട്ട് വെട്ടമില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടാ, തേയിലേക്ക് വാങ്ങിച്ചു കൊടുത്തതായി ഇറങ്ങി. നമ്മൾ ഇനി നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോണേ. പോ പെട്ടെന്ന് പോ.
ഓടിപ്പോ കേറി പോവാ. ഇപ്പൊ കൂട്ടുകാരെ നമ്മള് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അമ്മ കഥവ് തുറക്കണേ. അമ്മ കഥവ് തുറന്നൂല്ലായിട്ടേ. നാളത്തേക്ക് എൻ്റെ അപ്പത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മാവൊക്കെ അത് ആട്ടി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇത് ചോറ് കഴിക്കാനായിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഉച്ചത്തേക്ക് കഴിച്ച ഉരുളക്കിഴങ്ങ് കറി തീർന്നു. അപ്പം അതുകൊണ്ട് ചോറിന് കഴിക്കാനായിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. കൂട്ടുകാരെ അപ്പം നമ്മള് രാത്രി അതെ നമ്മൾ വന്ന് കയറിയതിനു ശേഷം ചോറ് എന്താണ് കാരയ്ക്ക ഉപ്പിലിട്ടത്, പയറ് മെഴുക്കുരുട്ടി, തക്കാളി ചമ്മന്തി, ഉരുളക്കിഴങ്ങ് കറി. അപ്പം ഞാൻ ക്ലോസ് ചെയ്തുതരാം. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.